തദ്ദേശ പോരാട്ടത്തിൽ വിമതശല്യത്തിൽ വലയുകയാണ് മുന്നണികൾ. അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന സിപിഐഎം മുൻ ഏരിയ സെക്രട്ടറിയെ തട്ടിക്കളയുമെന്നാണ് സിപിഐഎമ്മിന്റെ ഭീഷണി. പാർട്ടിക്കെതിരെ മത്സരിച്ചാൽ കൊന്നുകളയുമെന്നാണ് ലോക്കൽ സെക്രട്ടറി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. ആ ഭീഷണി, അതിനുശേഷം സ്ഥാനാർത്ഥിയായി സ്വതന്ത്രനായി നിൽക്കുന്നയാളുടെ പ്രതികരണം രണ്ടുമൊന്ന് കേൾക്കാം. ആവേശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ പാർട്ടിയെ തോൽപ്പിക്കാൻ പാടില്ല. എനിക്ക് ഇനി നമ്മുടെ പാർട്ടിയൊന്നുമില്ല. പിന്നെ ആകാശത്ത് മേലോട്ട് നോക്കിയാൽ ആകാശം കീഴോട്ട് നോക്കിയാൽ ഭൂമി. അത് പറ്റില്ലെന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ പറയാ. എന്റെ സാഞ്ചേട്ടൻ ഒന്ന് പറയണിക്ക് ഇത് തോറ്റാലും ജയിച്ചാലും ഞാൻ ഇനി ഇത് ഏത് ഒടയതമ്പുരാം എന്ന് പറഞ്ഞാലും ശരി, എനിക്ക് വോട്ട് ചിലപ്പോ കിട്ടിയിട്ടില്ലെങ്കിൽ മാറില്ല. സാഞ്ചേട്ടൻ ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരുമോ? ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. അത് നിങ്ങൾ പറഞ്ഞ ഇപ്പൊ ഇവിടെ ഇവനെ കൊന്നില്ലേ? അവനെ കൊന്നിട്ടുണ്ട്. അത് ഇപ്പൊ സ്നേഹത്തോട് സംസാരിച്ചു. പിന്നെന്താ ഇനി അത് പറ്റില്ലെന്ന്. ഇനി അത് പറ്റില്ലെന്നോ? അതാ സാഞ്ചേട്ടാ, എന്താണ് പ്രശ്നം? നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞോ. തട്ടിക്കോ. എന്നെ ഒരാളെ കൊന്നു കഴിഞ്ഞാലും എനിക്ക് 3 മക്കളും ഇപ്പൊ ഒരു 7 പേരക്കുട്ടികൾ, 7 ഇപ്പൊ 9 പേരക്കുട്ടികളാവും. ശരി, ഓക്കെ. ഞാനിവിടെ ഈ 18ാം വാർഡിൽ അഗളി പഞ്ചായത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് തീരുമാനിച്ചതിൻ്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല പ്രവർത്തകരും വന്നിട്ട് ഒരു ഇതും കൂടാതെ കൊണ്ട് നിങ്ങൾ മത്സരിക്കാൻ പാടില്ല എന്ന് കർശനമായിട്ട് പറയുകയാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ രാത്രിയിൽ 7:30 CPMൻ്റെ അട്ടപ്പാടി ഏരിയ സെൻറ്ററിലുള്ള ജംഷീർ എന്ന് പറയുന്ന സഖാവ് എന്നെ വിളിച്ചിട്ട്, ഞാൻ മത്സരിക്കുവാണെങ്കിൽ നിങ്ങളെ വധിക്കും, നിങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു നീതിപൂർവമായിട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ഈ ജനങ്ങളും ഭരണാധികാരികളും തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഭീഷണി മുഴക്കിയ ലോക്കൽ സെക്രട്ടറി ജംഷീറിനെ തള്ളി ജില്ലാ നേതൃത്വം രംഗത്തെത്തി. നേതാക്കൾ ജാഗ്രത പാലിക്കണമെന്നും വസ്തുത പാർട്ടി പരിശോധിക്കുമെന്നും ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കാത്ത കാര്യത്തോട് ഒരു പ്രതികരണം നടത്തുന്നത് ഗുണകരമല്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വസ്തുതാപരമായിട്ടാണ് നടന്നതും അയാൾ പറഞ്ഞ ഉദ്ദേശം ഏതെങ്കിലും തരത്തിൽ ഗൗരവമേറിയതായി ഈ പറഞ്ഞ ആൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധിക്കപ്പെടും, ശക്തമായി തന്നെ പരിശോധിക്കും. പക്ഷേ എൻ്റെ മുമ്പിലിപ്പോൾ അത്തരം വിഷയം വന്നിട്ടില്ല. ഇക്ബാൽ അറക്കൽ ചേരുന്നു നമുക്കൊപ്പം പാലക്കാട്ട് നിന്ന്. ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ. അട്ടപ്പാടിയിൽ അഗളി പഞ്ചായത്തിൽ എന്താണിത് നടക്കുന്നത്? ഒരു വാർഡിലേക്ക് സ്വതന്ത്രനായി ഒന്ന് നിന്നാൽ തട്ടിക്കളയുമെന്നൊക്കെ പറയാനും മാത്രം അത്രയ്ക്കൊരു വധഭീഷണി മുഴക്കേണ്ട സാഹചര്യമുണ്ടോ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ? സുജയ, ഇത്തരത്തിലൊരു വധഭീഷണി മുടക്കാൻ കാരണമെന്ന് പറയുന്നത് ഒമ്മല വാർഡിലേക്കാണ് VR രാമകൃഷ്ണൻ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. അഗളി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്, LDF ആണ്. അവിടെ ഈ ഒമ്മല വാർഡ് എന്ന് പറയുന്നത് CPMന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടേക്കാണ് മുൻ ഏരിയ സെക്രട്ടറി കൂടെ ആയിട്ടുള്ള VR രാമകൃഷ്ണൻ ഈ പത്രിക നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും VR രാമകൃഷ്ണൻ പത്രിക നൽകുമ്പോൾ അവിടെ CPMന് വലിയ രീതിയിലൊരു ഭീഷണി ഉണ്ടാവും. അങ്ങനെയാണ് ഈ വിമതരെ ഒതുക്കുന്നതിന് വേണ്ടി ആദ്യം സ്നേഹം, പിന്നീട് ഇത്തരത്തിൽ ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. VR രാമകൃഷ്ണനെതിരെ ഇപ്പോൾ ഭീഷണി മുഴക്കിയിട്ടുള്ളത് അഗളിയിലെ CPIMന്റെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ജംഷീർ ആണ്. ജംഷീർ ആദ്യം ഇന്നലെ വൈകിട്ടോടുകൂടി VR രാമകൃഷ്ണനോട് ഫോണിൽ വിളിച്ച് നാമനിർദ്ദേശ പത്രിക അത് പിന്മാറണം എന്ന് പറയുന്ന സ്ഥാനാർത്ഥിത്തിൽ നിന്ന്, പക്ഷേ കഴിയില്ല എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ നിങ്ങളെ കൊന്നു കളയേണ്ട ഒരു സ്ഥിതി വരും. വീണ്ടും VR രാമകൃഷ്ണൻ ചോദിക്കുന്നത് എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുമ്പോൾ തട്ടിക്കളയേണ്ടി വരും എന്നത് ജംഷീർ ആവർത്തിച്ച് പറയുകയായിരുന്നു. ഏതായാലും വിമത ശല്യം അത് ഒഴിവാക്കാൻ വേണ്ടി ആദ്യം സ്നേഹം, പിന്നീട് ഇത്തരത്തിൽ വധഭീഷണി തന്നെ മുഴക്കുന്ന രീതിയിലേക്ക് VR രാമകൃഷ്ണനെ ഭീഷണിപ്പെടുത്തിയ ലോക്കൽ സെക്രട്ടറിക്കൊപ്പം പാർട്ടിയില്ല എന്ന് ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തരക്കാരെ, ഇതുപോലെയുള്ള കറുത്ത അരികളൊക്കെ പെറുക്കിക്കളയാൻ പാർട്ടി തയ്യാറാകണം.